Hi friends, welcome to Pratap Jit. നമ്മുടെ ഇന്നത്തെ വീഡിയോ Samsung Galaxy M31 ഒരു മാസത്തോളം ഉപയോഗിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ട്. നമ്മളൊരു 4 ദിവസത്തെ യൂസിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലോങ് ടൈം ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയും നാളിന് ശേഷം ഈ ഫോൺ നല്ലത് തന്നെയാണോ? നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ പ്രത്യേകം എനേബിൾ ചെയ്തിട്ട് നേരെ വീഡിയോയിൽ. ഹായ്, അപ്പോൾ നമ്മുടെ സാംസങ് ഗാലക്സി M31 ഒരു മാസത്തോളം ഉപയോഗിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ട്? ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇത് പ്ലാസ്റ്റിക് ആണ്, വളരെ തിന്നായ ഒരു പ്ലാസ്റ്റിക് ഡിസൈനാണ്. അപ്പോൾ ആ ഒരു ഡിസൈൻ അന്ന് എനിക്ക് ഇഷ്ടമില്ല, അത്രയ്ക്ക് വലിയ ഇഷ്ടമായില്ല. അത് പേഴ്സണലാണ്, എങ്കിൽ പോലും എനിക്ക് വലിയ താല്പര്യമായില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും അതവസ്ഥ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും പെട്ടെന്ന് ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്, എന്നാലും സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെയായിട്ട് സ്ക്രാച്ച് വീണിട്ടില്ല കേട്ടോ, വളരെ ഡീസൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. എന്തായാലും സ്ട്രോങ് ആയ ഒരു ഫോൺ തന്നെയാണ്, കംപ്ലയിൻസ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് യൂസ് ചെയ്യാനും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകം, ഒരു ഭൂരിഭാഗം പേർക്കും സാംസങ് ഫോൺ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഈവൻ നമ്മുടെ ഏറ്റവും പുതിയ Redmi Note 9 Pro എന്ന ഫോൺ എടുത്ത് കഴിയുമ്പോഴും നമ്മൾ അതിൻ്റെ ഒപ്പം ഇത് രണ്ടും ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. നല്ല ഡിഫറൻസ് ആണ്, ചെറിയൊരു ഡിഫറൻസ് ഒന്നുമല്ല, നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ബെസ്റ്റ് ക്വാളിറ്റി സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സോ ഡിസ്പ്ലേ വൈസ് എന്തായാലും ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഒരു നോർമൽ യൂസറെ സംബന്ധിച്ച് തോന്നുന്നൊരു കാര്യം, അതൊരു മെയിൻ കാര്യമാണ്. അപ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻസ്, സൺലൈറ്റ് വിസിബിലിറ്റിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ഒരു തരത്തിലുള്ള ഇഷ്യൂസും നമുക്ക് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. സോ M31ൻ്റെ ഡിസൈനും ഡിസ്പ്ലേയും ഒക്കെ അടിപൊളിയാണ്. കോള്, കാര്യങ്ങൾ, സൗണ്ടൊക്കെ നോക്കിയാൽ ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. ഒരു ആവറേജ് ക്വാളിറ്റി, എബോവ് ആവറേജ് ക്വാളിറ്റി. വയേർഡ് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡോൾബി പോലുള്ള സൗണ്ട് സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും. സോ നല്ല ഡോൾബി സൗണ്ടിൽ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. ഒരു വലിയ എഫക്റ്റ് എന്ന് ചോദിച്ചാൽ ഒരു തരക്കേടില്ലാത്ത എഫക്റ്റ് ഒക്കെ ഉണ്ട്. നല്ലൊരു ഡോൾബി, സാധാരണ ഫോണുകളിൽ കിട്ടുന്ന ഒരു ഡോൾബി സൗണ്ട് എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടും. അത് അതിൻ്റെതായ ഗുണത്തിൽ തന്നെ നമുക്ക് പെടുന്നുണ്ട്. സോ ഓവറോൾ കോളിൻ്റെയും സൗണ്ടിൻ്റെയും കാര്യത്തിലൊന്നും ഇതുവരെയായിട്ടും യാതൊരു ഇഷ്യൂ ഇല്ല. ഒക്കെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നിലവാരം തന്നെ പുലർത്തുന്നു. ഇനി ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ? ഈ ഒരു മാസം കഴിയുമ്പോൾ ഇത് ലാഗ് അടിക്കുന്നുണ്ടോ എന്ന് വെച്ച് ഇല്ല, കാര്യമായ ലാഗൊന്നുമില്ല. വളരെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പേരും എക്സ്പെക്ട് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ ഫോണൊക്കെ ആകുമ്പോൾ തുടക്കത്തിൽ വലിയ കുഴപ്പമില്ലെങ്കിലും പിന്നീട് ലാഗ് വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത്രയും നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് തുടക്കത്തിൽ കിട്ടിയിരുന്ന ആ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. നമുക്ക് PUBG കളിക്കുമ്പോൾ അന്ന് കണ്ട ആ ഒരു സ്മൂത്തിൽ ചെറിയ ചില ഫ്രെയിം ഡ്രോപ്പൊക്കെ കാണുന്നുണ്ടെങ്കിലും അത് വലിയ ഇഷ്യൂ ആയിട്ട് ഗെയിമിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല. നൈസായിട്ട് നമുക്ക് ഇപ്പോഴും ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള നോർമൽ യൂസിലും ലാഗും കാര്യങ്ങളൊന്നുമില്ല. വളരെ നൈസായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് കിട്ടും. സോ ഈ ഒരു ഫോൺ എടുത്താൽ, അത് ഞാൻ എടുത്തിരിക്കുന്നത് 6GB RAM 128GB സ്റ്റോറേജ് ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പെർഫോമൻസ് എന്തായാലും ഉണ്ട്. യാതൊരുവിധ പെർഫോമൻസ് ഇഷ്യൂ ഇല്ല. സാംസങ് അടുത്ത കാലത്ത് ഒരുപാട് ഫോണുകൾ ഈ ഒരു പ്രോസസ്സർ 9611 പറയുന്ന ഈ ഒരു പ്രോസസ്സർ ഉപയോഗിക്കുന്നു. ആ ഒരു പ്രോസസ്സറിൻ്റെ പെർഫോമൻസും നല്ല പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ എല്ലാ ഡിവൈസുകളും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇപ്പോൾ M21 ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോണിലും തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു നല്ല പെർഫോമൻസ് എന്തായാലും ഈ ഫോണുണ്ട്. ഒരു തരത്തിലുള്ള ഇഷ്യൂ ഇല്ല. ധൈര്യമായിട്ട് ഇതിൻ്റെ പെർഫോമൻസിനെ തൽക്കാലം വിശ്വസിക്കാം. ആ ഒരു കാറ്റഗറിയിൽ ഓൾറെഡി M സീരീസ് വന്നപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ പെർഫോമൻസ്, ഈ ഹാങ്സങ് എന്നുള്ള ആ പേരൊക്കെ മാറി സാംസങ്ങിന് നല്ല പെർഫോമൻസ് വന്നു. ഈ ഫോൺ ഒരു പ്ലസ് പോയിന്റ് കൂടിയാണ്, അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക, ഒരു മുതൽക്കൂട്ടാണ് ഒരു നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ. ക്യാമറയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും ക്യാമറ റിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ഇഷ്യൂസും ക്യാമറയിലില്ല. നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ നമുക്ക് തരുന്നത്. പെർഫോമൻസ് വൈസ് ക്യാമറയ്ക്ക് യാതൊരു ഇഷ്യൂസും മെയിൻ ആയിട്ടില്ല. ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, അത് ഇതിൻ്റെ ഫോക്കസ് ഹണ്ടിങ് ആണ്. സാധാരണ ചെറിയൊരു ക്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ ഒന്നും, പ്രത്യേകിച്ച് മൊബൈലിൽ ഇത് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ ഈ ഫോക്കസ് ഹണ്ടിങ് ഒന്നും കാര്യമായിട്ട് നോട്ടീസ് ചെയ്തൊന്നും വരില്ല. പക്ഷേ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലിട്ട് ഞാനും അത് ഈ ഫോൺ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്തെങ്കിലും ഫോണിൽ പിന്നീട് ആ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഫോക്കസ് ഹണ്ടിങ് അത്ര കാര്യമായിട്ടൊന്നും ചെറിയ ക്ലിപ്പുകളിലൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് ഇട്ടപ്പോഴാണ് അത് ശരിക്കും നമുക്ക് ആ ഒരു ഫോക്കസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു ചാട്ടം നമുക്ക് ശരിക്കും കാണാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോഗ്രാഫിക്കൊക്കെ വേണ്ടി നിങ്ങൾ എടുത്താൽ നിങ്ങൾ ബുദ്ധിമുട്ടോ, കാരണം ആ ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ ഇതുവരെയായിട്ടും ഫിക്സ് ആയിട്ടില്ല. പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സംഗതി എന്തായാലും ഒരു ഇഷ്യൂ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാം കൊണ്ടും ഒരു അടിപൊളി ക്യാമറ സെറ്റപ്പാണ്. പ്രത്യേകിച്ചും ഇമേജ് ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ്. പ്രത്യേകിച്ച് നമ്മുടെ Redmi Note 9 Pro ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പാരിസൺ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ക്യാമറ റിവ്യൂ, കമ്പാരിസൺ റിവ്യൂ വന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ക്യാമറ കമ്പാരിസൺ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഡേ ലൈറ്റിലൊക്കെ നല്ല ക്വാളിറ്റിയാണ്. സെൽഫിയൊക്കെ നോക്കിയാൽ Redmi Note 9 Proയിൽ ഹാർഷ് ലൈറ്റ് ഒക്കെ വരുമ്പോൾ ബ്ലോൺ ഔട്ട് ആവുന്നുണ്ട്. പക്ഷേ ഇത് അതിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന നല്ല സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിലുള്ളത്. മെയിൻ ക്യാമറയും അടിപൊളി തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല.
പക്ഷേ രണ്ട് കാര്യങ്ങൾ വേറെ നോട്ട് ചെയ്യാനുള്ളത്. ഒന്ന്, സെൽഫി ക്യാമറയുടെ എഡ്ജ് ഡിറ്റക്ഷൻ അത്ര പെർഫെക്റ്റ് അല്ലാതെ വരുന്നുണ്ട്. അത് ഇമേജുകൾ കണ്ടു നോക്കി മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ റിവ്യൂ എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ എങ്കിലും Redmi Note 9 Proയും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇതിനേക്കാൾ കുറെ കൂടി നല്ല ക്വാളിറ്റി തരും. അത് ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നത് ഈ ആഫ്റ്റർ 1 month റിവ്യൂവിൽ എന്തിനാ കമ്പയർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതിനേക്കാൾ നല്ല ക്യാമറകൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്ററായ ലോ ലൈറ്റ് പെർഫോമൻസ് നമുക്ക് Redmi Note 9 Proയിലോ അങ്ങനെയുള്ള മാക്സിലോ അങ്ങനെയുള്ള ഫോണുകളിലൊക്കെ കിട്ടും. പക്ഷേ അപ്പോൾ ഓർക്കുക, ലോ ലൈറ്റ് പെർഫോമൻസ് വേണം, കുറച്ചും കൂടി നല്ല സെൽഫി ക്യാമറ വേണം. ഏതാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് ആലോചിക്കുക. കാരണം സെൽഫി ക്യാമറ ഇത് തന്നെയാണ് ബെറ്റർ, അതിലൊരു സംശയം വേണ്ട. കമ്പാരിസൺ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ലോ ലൈറ്റിൻ്റെ ഡിഫറൻസ് എത്രയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്കിലും കൃത്യമായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ക്യാമറ കമ്പാരിസണിൽ വേണമെങ്കിൽ കണ്ടു നോക്കുക. ഓവറോൾ എനിക്കിതിൻ്റെ ക്യാമറ ഇഷ്ടപ്പെട്ടു, ഒരു സംശയം വേണ്ട. സെൽഫി ക്യാമറയുടെ എഡ്ജ് ഡിറ്റക്ഷൻ അത്ര പെർഫെക്റ്റ് അല്ല, വീഡിയോയിൽ ഫോക്കസ് ഹണ്ടിങ്. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ ഇതിൻ്റെ നെഗറ്റീവ് സൈഡാണ്. എങ്കിലും ഓവറോൾ തീർച്ചയായിട്ടും ഒരു സാംസങ് ഫോൺ എന്ന് നോക്കുമ്പോൾ ഈ റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്യാമറ പെർഫോമൻസ് ഉള്ള ഒരു സാംസങ് ഫോണാണ് M31. ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 6000 mAh ബാറ്ററിയാണ്. ചാർജിങ് ഇത്തിരി സ്ലോ ആണ്, 3 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് ചാർജ് ആവാൻ. പക്ഷേ ബാറ്ററി ലൈഫ് നല്ലോണം ഉണ്ട്. ഒരു 1-2 ദിവസമൊക്കെ, ഒരു നോർമൽ യൂസർ ആണെങ്കിൽ 2 ദിവസമൊക്കെ സുഖമായിട്ട് കിട്ടുന്ന നല്ലൊരു ബാറ്ററി ലൈഫ്. ഞാനൊരു നോർമൽ യൂസറാണ്, ഹെവി ഗെയിമർ ഒന്നുമല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ചാർജ് ചെയ്താൽ മതി, യാതൊരു പ്രശ്നമില്ലാത്ത നല്ല ബാറ്ററി ലൈഫാണ്. പക്ഷേ ചാർജ് ആവാൻ ഒരു 3 മണിക്കൂർ എടുക്കുന്നു എന്ന് പറയുന്നത് ഇച്ചിരി ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഒരു നല്ല ഫാസ്റ്റ് ചാർജിങ് ഒരു 1-2 മണിക്കൂർ കൊണ്ടൊക്കെ ചാർജ് ആയാലും മതിയായിരുന്നു. പക്ഷേ ഇത് 3 മണിക്കൂർ എടുക്കുന്നു എന്നുള്ളത് ഒരു ഇത്തിരി ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പക്ഷേ അതിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ബാറ്ററിയിലുള്ളത്. അപ്പോൾ സാംസങ് ഗാലക്സി M31 എന്ന ഫോണിൻ്റെ ഒരു മാസത്തിന് ശേഷമുള്ള ഒരു ഒപ്പീനിയനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഫുൾ പ്രോസ് ആൻഡ് കോൺസ് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ പ്രോസ് ആൻഡ് കോൺസ് വീഡിയോസ് കാണാം. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കി ഫുള്ളായിട്ട് മനസ്സിലാക്കുക. ഒരു മാസത്തിന് ശേഷം അതിൽ നിന്ന് കാര്യമായ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.